പിന്നെ എന്റെ ഓഫീസിൽ കയറി വന്ന് എന്നോട് അധിക പ്രസംഗം പറഞ്ഞ ഒരുത്തനെ ഞാൻ പൂജിക്കണോ? അല്ല സാറേ, ഒരു പണക്കാരൻ മാത്രമാണ് സാരല്ലായിരുന്നു. ഒരു പത്രം കയ്യിലുണ്ടായി പോയില്ലേ, തോന്നിയതുപോലെ എന്തും എഴുതാലോ. നമുക്ക് തിരിച്ചു വല്ലതും എഴുതാൻ പറ്റുമോ? എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. എന്തോ താനീ പത്രത്തിൽ എഴുതിയിരിക്കുന്നത്? എന്താ വായിച്ചിട്ട് അർത്ഥം മനസ്സിലായില്ലേ? അതോ മലയാളം അറിയില്ലേ? ഒരു മഞ്ഞപ്പത്രം കയ്യിലുണ്ടെന്ന് വിചാരിച്ച് താൻ ആരെക്കുറിച്ചും എന്തു എഴുതും അല്ലേ? എഴുതേണ്ടി വന്നാൽ എഴുതും. നിങ്ങൾക്ക് വേണമെങ്കിൽ നിഷേധിക്കാം. പട്ടണത്തിൽ വേറെയും ഉണ്ടല്ലോ പത്രങ്ങൾ. അല്ലെങ്കിൽ കോടതിയിൽ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാം. അല്ലാതെ പൗരബോധമുള്ള പത്രാധിപരുടെ നേർക്ക് മെക്കിട്ട് കയറാൻ പറയരുത്. പൗരബോധമുള്ള പത്രാധിപർ പന്ന റാസ്കൻ. 10 കാശിന്റെ ലാഭത്തിനു വേണ്ടി ജനങ്ങളെ വിഷച്ചാരായം കുടിപ്പിച്ച് കൊല്ലിക്കുന്ന നീ തത്വം പ്രസംഗിക്കുന്നടാ. നാളത്തെ പത്രത്തിൽ ഇതോ എഴുത്, പൗരബോധമുള്ള പത്രാധിപരെ ഓഫീസിൽ കയറി അടിച്ചെന്ന്.